കന്യാകുമാരി ജില്ലയിലെ കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ക്ഷേത്രമാണ് കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രം. കൊല്ലങ്കോട്ടെ വട്ടവിള, വെങ്കഞ്ഞി എന്നീ രണ്ട് ദേശങ്ങളിൽ രണ്ട് മുടിപ്പുരകളുണ്ട്. വട്ടവിളയിലുള്ളത് മൂലക്ഷേത്രവും വെങ്കഞ്ഞിയിലുള്ളത് ഉത്സവക്ഷേത്രവുമാണ്. ഒരു ദേവിക്ക് രണ്ട് ക്ഷേത്രങ്ങളുള്ള ദേശം എന്ന പ്രത്യേകതയും കൊല്ലങ്കോടിനുണ്ട്. തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങളിലൊന്നാണ് കൊല്ലങ്കോട് തൂക്കം. കൊല്ലങ്കോട് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണിത്. പിള്ളത്തൂക്കം എന്നാണ് ഈ വില്ലിന്മേൽ തൂക്കം അറിയപ്പെടുന്നത്. ഭഗവതിയുടെ തിരുനാളായ മീനഭരണി നാളിലാണ് തൂക്കം നടക്കുന്നത്. കൊല്ലങ്കോട് വട്ടവിളയിലെ മൂലക്ഷേത്രത്തിൽ നിന്നും ദേവിയെ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരെയുള്ള വെങ്കഞ്ഞി മുടിപ്പുരയിലേക്ക് എഴുന്നള്ളിക്കുന്നു. തുടർന്ന് 10 ദിവസങ്ങൾ അവിടെ ഉത്സവം നടക്കും. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം വന്നിട്ട് തൂക്ക മഹോത്സവമാണ്. ഈ തൂക്ക മഹോത്സവം കഴിഞ്ഞ 600 കൊല്ലമായിട്ട് ഇതേപോലെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ചരിത്രരേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ആചാരം അനുഷ്ഠാനങ്ങളെല്ലാം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും കുറച്ച് വിഭിന്നമായിരിക്കും. 10ാം ഉത്സവ ദിനമായ മീനഭരണി നാളിലാണ് തൂക്ക മഹോത്സവം. സന്താന ലബ്ധിക്കും സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഐശ്വര്യപൂർണമായ മംഗല്യത്തിനുമാണ് തൂക്കം നേർച്ച നടത്തുന്നത്. നേർച്ച നടത്തി ജനിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് തൂക്കത്തിന് സമർപ്പിക്കുന്നത്. ജനിച്ച് 98 ദിവസം മുതൽ 1 വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് തൂക്കം നടത്തുന്നത്. നേർച്ചക്കാർ ആരോഗ്യമുള്ള വിശ്വാസികളായ തൂക്കക്കാരെയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. നറുക്കെടുപ്പിലൂടെയാണ് തൂക്കക്കാരെ ഓരോ കുഞ്ഞിനുമായി തിരഞ്ഞെടുക്കുന്നത്. തൂക്കക്കാരൻ വൈദ്യപരിശോധനയ്ക്ക് വിധേയനായി ആരോഗ്യവാനാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ദേവസ്വം നിയമങ്ങളും ചട്ടങ്ങളും അവർ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. തൂക്കക്കാരൻ 10 ദിവസം കഠിന വ്രതമെടുക്കണം. ഉത്സവം തുടങ്ങി 3ാം ദിവസം മുതൽ തൂക്കം അവസാനിക്കുന്നതുവരെ അവർ ക്ഷേത്ര പരിസരത്ത് തന്നെ കഴിയണം. ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം, വസ്ത്രം എന്നിവ മാത്രമേ ഉപയോഗിക്കാവൂ. ഉത്സവ ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും കുളിച്ച് ക്ഷേത്രത്തിന് ചുറ്റും നമസ്കരിക്കണം. ആത്മീയവും ശാരീരികവുമായ വികാസത്തിനാണിത്. ചുവപ്പ് നിറത്തിലെ പട്ടുടുത്ത് 7 ദിവസങ്ങൾ കൊണ്ട് 252 നമസ്കാരങ്ങൾ അവർ പൂർത്തിയാക്കണം. തൂക്ക നേർച്ചക്കാരായിട്ട് വരുന്നവരെ സന്തതികളില്ലാത്ത ദമ്പതികൾ, ഇഷ്ടസന്തതിക്ക് വേണ്ടി, അതേപോലെ കുടുംബ ഐശ്വര്യം, കുട്ടികളുടെ ഐശ്വര്യം എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഈ തൂക്ക നേർച്ച നടത്തുന്നത്. ഇരട്ട വില്ലുകളാണ് തൂക്കത്തിന് ഉപയോഗിക്കുന്നത്. ഈ വില്ലുകൾക്ക് ഏകദേശം 45 അടി നീളമുണ്ട്. ഈ 2 വില്ലുകളും ഘടിപ്പിച്ച 4 ചക്രങ്ങളുള്ള തടി കൊണ്ടുള്ള രഥമാണ് തൂക്കത്തിന് ഉപയോഗിക്കുന്നത്. രാവിലെ ക്ഷേത്രത്തിന് ചുറ്റുമായി നടക്കുന്ന തൂക്കക്കാരുടെ മുട്ടുകുത്തി നമസ്കാരത്തെ തുടർന്ന് ദേവിയെ പച്ചപ്പന്തലിലേക്ക് എഴുന്നള്ളിക്കും. ആദ്യ വണ്ടിയോട്ടത്തിലൂടെ 4 ദേവീ തൂക്കങ്ങൾ നടത്തിയതിന് ശേഷമാണ് കുട്ടികൾക്കായുള്ള തൂക്ക നേർച്ചകൾ ആരംഭിക്കുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട തൂക്കക്കാർ നേർച്ചക്കാരുടെ കുരുന്നുകളെ കയ്യിലേന്തി വില്ലിന്മേൽ കയറി ക്ഷേത്രത്തെ വലം വയ്ക്കും. രണ്ട് വില്ലുകളിലായി 4 തൂക്കക്കാരാണ്
ഒരേ സമയം നേർച്ച തൂക്കം നടത്തുന്നത്. ഓരോ വില്ലിൻ്റെയും അറ്റത്തായി 2 തൂക്കക്കാരെ വീതം കച്ച കൊണ്ട് ബന്ധിപ്പിക്കുന്നു. ഓരോരുത്തരും ഓരോ കുഞ്ഞുങ്ങളെ വീതം കൈകളിൽ ചേർത്ത് പിടിക്കുമ്പോൾ വില്ലിനെ മുകളിലേക്കുയർത്തും. തുടർന്ന് രഥത്തെ വലിച്ച് ക്ഷേത്രത്തിന് ചുറ്റും ഒരു പ്രാവശ്യം വനം വയ്പ്പിക്കും. അതോടെ തൂക്കത്തിൻ്റെ ഒരു പ്രദക്ഷിണം പൂർത്തിയാകും. അങ്ങനെ ഒറ്റത്തവണ 4 കുഞ്ഞുങ്ങളുടെ നേർച്ച തൂക്കമാണ് നടത്തി തീർക്കുന്നത്. ഉത്സവം കൊടിയേറി 4-ാം ദിവസം മുതൽ നേർച്ച കുഞ്ഞും മാതാവും സ്വഗൃഹത്തിൽ വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളെ അവരുടെ സ്വാഭാവിക അവസ്ഥയ്ക്ക് മാറ്റങ്ങളൊന്നും വരുത്താതെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് തൂക്കത്തിനായി പ്രത്യേകം തയ്യാറാക്കിയ കുഞ്ഞുടുപ്പുകൾ അണിയിച്ച് അവരെ സജ്ജരാക്കുന്നു. തൂക്ക നേർച്ചക്കാർ ഗണ്യമായി ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഈ തൂക്ക നേർച്ച ഈ ഫലസിദ്ധി കിട്ടിയ ആളുകൾ വീണ്ടും വീണ്ടും ആളുകളെ അറിയിക്കുന്നു. അതനുസരിച്ച് ഗണ്യമായി വർദ്ധിക്കുന്നു. വിശാലമായ ഒരു പ്രദേശം തന്നെ ഇവിടെ ഇതിനു വേണ്ടിയുണ്ട്. കാർ പാർക്കിംഗ്, അതേപോലെ തന്നെ ഈ വണ്ടി ഓടുന്നതിന്, ഇതിനെല്ലാത്തിനുള്ള സൗകര്യമുള്ളത് കൊണ്ട് ഇവിടെ തൂക്കം നടത്തും. പക്ഷേ ഇത്രയും വിപുലമായ രീതിയിൽ 4 കുട്ടികളും 4 തൂക്കക്കാരെയും ഏന്തിക്കൊണ്ട് 42 അടി ദൈർഘ്യമുള്ള ഒരു ബില്ലിൽ ഒരു വലിയ നേർച്ചകൾ നടക്കുന്ന വേറെ ഒരു ക്ഷേത്രങ്ങൾ ഈ പരിസരത്തൊന്നുണ്ട്. തൂക്കക്കാരൻ്റെ തയ്യാറെടുപ്പിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകം തയ്യാറാക്കിയ മുണ്ട് വടം പോലെ ബലമായി പിരിച്ച് ശരീരത്തിൽ കെട്ടി ഉറപ്പിക്കും. ഇതോടൊപ്പം ബലമുള്ള കയറുമായി ചേർത്താണ് തൂക്കക്കാരനെ വില്ലുമായി ബന്ധിക്കുന്നത്. തൂക്കത്തിന് തയ്യാറായ കുഞ്ഞും തൂക്കക്കാരനും രഥത്തിൻ്റെ അടുത്തേക്കെത്തുമ്പോൾ നമ്പർ വിളിക്കുന്ന ക്രമത്തിന് കുഞ്ഞുങ്ങളെ തൂക്കക്കാരൻ്റെ കയ്യിലേൽപ്പിക്കും. രാവിലെ ആരംഭിക്കുന്ന തൂക്ക നേർച്ചകൾ ചിലപ്പോൾ
പിറ്റേന്ന് പുലരുവോളം തുടരും. എല്ലാ വർഷവും 1000-ലധികം തൂക്കക്കാരുണ്ടാകും. ഉത്സവശേഷം കുരുതി തർപ്പണത്തോടെയാണ് തൂക്ക മഹോത്സവം പര്യവസാനിക്കുന്നത്.